ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് ഫ്ലിക്സ്. ഞാൻ ഇന്ന് സർവമായ കാണാൻ പോയായിരുന്നു ഗൈസ്. സോ അടിപൊളി പടം, ലൈക്ക് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ അഖിൽ സത്യൻ. പുള്ളിയുടെ ഡയറക്ഷൻ കൊള്ളാം ഗൈസ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലൈക്ക് നമ്മുടെ പഴയകാല സത്യൻ അന്തിക്കാടിൻ്റെ പടം കുറച്ചൊന്ന് മോഡേണൈസ്ഡ് ആയി, അത്യാവശ്യം ഇന്നത്തെ കാലത്തെ സാധനങ്ങളെല്ലാം കൂടെയൊക്കെ എന്താ പറയുമല്ലോ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു പടമാണ്. ലൈക്ക് യങ്ങർ ജനറേഷൻ്റെ കാര്യങ്ങളും പറയുന്നുണ്ട്, അല്ലാതെ കുറച്ച് മെച്ചുവർ ആയിട്ടുള്ളവരുടെ കാര്യങ്ങളും പറയുന്നുണ്ട്, എല്ലാം പ്രോപ്പറായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. സോ മച്ച് തിങ്സ് വി ക്യാൻ റിലേറ്റ് വിത്ത് ഓൾസോ. നിവിൻ പോളി കിഡിലായിരുന്നു ഗൈസ്, ഹി ഹാസ് ഡൺ ഹിസ് പാർട്ട് റിയലി വെൽ. പുള്ളിയുടെ ആ ഒരു അഭിനയം കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. ലൈക്ക് വേർ ദർ ഇസ് ഫൺ, സീരിയസ്നെസ്സിന് സീരിയസ്നെസ്, തമാശയ്ക്ക് തമാശ, പുള്ളിക്ക് അതൊക്കെ കൺവേ ചെയ്യാൻ നല്ല രീതിയിൽ പറ്റും. ഇഫ് ഇറ്റ്സ് എ ഗുഡ് സ്ക്രിപ്റ്റ് ഹി വിൽ ഡു ജസ്റ്റിസ് ടു ദാറ്റ്. അത് ഈ പടം തെളിയിച്ചിരിക്കുകയാണ് ഗൈസ്. നല്ലൊരു സ്ക്രിപ്റ്റും നല്ലൊരു ഡയറക്ടറും ആണെന്നുണ്ടെങ്കിൽ ഹി വിൽ കംപ്ലീറ്റ്ലി ആ ഒരു പടത്തിനെ അങ്ങ് തൂക്കും പുള്ളി, മനസ്സിലായില്ലേ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ ആക്ട്രസ് റിയ ഷിബു എന്നുണ്ട്. പുള്ളിക്കാരി ഷീ ഡിഡ് റിയലി ഗുഡ്. എനിക്ക് ഫസ്റ്റ് പടമൊന്നും ആണെന്ന് തോന്നുന്നു, പക്ഷേ ഷീ ഹാസ് ദാറ്റ് കോൺഫിഡൻസ് ആൻഡ് ഓൾ ദാറ്റ് സ്റ്റഫ് ഗോയിങ് ആസ് എ യങ് ഗോസ്റ്റ്, മനസ്സിലായില്ലേ. അതാണ് പുള്ളിക്കാരുടെ റോള്. ആൻഡ് ദാറ്റ് കണക്ഷൻ ബിറ്റ്വീൻ നിവിൻ പോളി ആൻഡ് ഹെർ, ഈ ഒരു പടത്തിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് അതാണ്. ലൈക്ക് ഹൗ മച്ച് കണക്ഷൻ ആൻഡ് ഇമോഷൻസ് അത് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും പടം തീരുമ്പം. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഫീൽ ഗുഡ് പടങ്ങൾ. അതിൻ്റെ മ്യൂസിക്കും വിഷ്വൽസും ഒക്കെ നല്ല നല്ല രസം. ഈ പടത്തിന് ചേർന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. നോ ഓവർ ക്രൗഡിങ് വിത്ത് അതർ സൂപ്പർഫിഷ്യൽ സ്റ്റഫ് ഒന്നുമില്ല. ജസ്റ്റ് സിമ്പിൾ സാധനങ്ങൾ ആൾക്കാർക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് കമൻഡബിൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് കുറച്ച് ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ പടങ്ങൾ വരണം. ലൈക്ക് വേർ മൂവി ഡയറക്ടേഴ്സ് ആൻഡ് ഫിലിം മേക്കേഴ്സ് അവരിങ്ങനെ എന്താ പറയുക, സിമ്പിളായിട്ട് കഥ പറയുക. ബട്ട് ദ തിങ് ഇസ് ദാറ്റ് നമുക്കൊക്കെ ചില സീനിലൊക്കെ നമുക്ക് കണ്ണ് നിറഞ്ഞു പോകും. ലൈക്ക് ബിക്കോസ് വി ആർ ഡീപ്ലി കണക്റ്റഡ് ടു ദീസ് ക്യാരക്ടേഴ്സ്, മനസ്സിലായില്ലേ. നിവിൻ പോളി ആയാലും നടിയായാലും വി അണ്ടർസ്റ്റാൻഡ് ദിയർ സിറ്റുവേഷൻസ് ആൻഡ് പ്രോബ്ലംസ് എല്ലാം നമ്മൾ ഭയങ്കരമായിട്ട് ഡീപ്ലി അതിൽ കണക്റ്റഡ് ആവുന്നുണ്ട്. സോ ഇങ്ങനത്തെ മൂവീസ് വരണം. വെറുതെ അടി ഇടി തൊഴി എന്നല്ല, ഏത് സിനിമ, ഏത് ബോളിവുഡോ എന്തെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. സോ ഇങ്ങനത്തെ സിനിമ എടുക്കുന്നവരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. വി ഷുഡ് സപ്പോർട്ട്, വി ഷുഡ് സീ ദീസ് കൈൻഡ് ഓഫ് മൂവീസ് ഇൻ തിയേറ്റർ വിത്ത് അവർ ഫാമിലീസ്, വിത്ത് അവർ ക്ലോസ് വൺസ്, വിത്ത് അവർ ഫ്രണ്ട്സ്. ആ ഒരു ഡീപ്പ് ബോണ്ട് ഉള്ളവരൊക്കെ ആയിട്ട് പോയി കാണുമ്പോൾ ഉണ്ടല്ലോ, ലൈക്ക് വി വിൽ വാല്യൂ റിലേഷൻഷിപ്സ് ആൻഡ് എവറിത്തിങ് എ ബിറ്റ് മോർ ബെറ്റർ, മനസ്സിലായല്ലോ. ലൈക്ക് ഈ ഒരു ഫിലിം ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് വിച്ച് ഇസ് വെരി റിലവൻറ്റ് ഇൻ ദിസ് സൊസൈറ്റി. അപ്പം അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആയി. സോ ആൻഡ് ഐ ഹോപ്പ് ദ ഫാമിലി ഓഡിയൻസ് ഏറ്റെടുക്കുമെന്ന് വിശ്വസിക്കുന്നു. ബിക്കോസ് ഇറ്റ്സ് പെർഫെക്റ്റ് ഫാമിലി എൻ്റർടൈനർ. ഈ വർഷത്തെ എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീൽ ഗുഡ് പടമാണ്. ആൻഡ് ഈ ഒരു വർഷം തീരുമ്പം ഈ ഒരു പടം ഇറങ്ങിയത് നന്നായി. സെൻസ് ലൈക്ക് ഒരു നല്ല ഐശ്വര്യമായിട്ടുള്ള എൻഡിങ് ആണ് ഈ വർഷത്തിന് കിട്ടിയിരിക്കുന്നത് ത്രൂ ദിസ് മൂവി. ആൻഡ് ഒന്നും പറയാനില്ല ഗൈസ്, റിയലി സിമ്പിൾ ബട്ട് എന്താ പറയുമല്ലോ ഹാർട്ട് വാർമിങ് കൈൻഡ് ഓഫ് ഫീലിംഗ്. ക്രിസ്മസ് എനിക്ക് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയി ബിക്കോസ് ഓഫ് ദിസ് മൂവി. രാവിലെ എന്നെ കണ്ണൊക്കെ നിറഞ്ഞു, ചില സീനിലൊക്കെ യു ഗെറ്റ് ഇമോഷണലി ഇൻവോൾവ് ഇൻ ഇറ്റ്. സോ നൈസ് ഗൈസ്, നൈസ് മൂവി, സിമ്പിൾ മൂവി, മസ്റ്റ് വാച്ച്. ആരും മിസ്സാക്കരുത്. നിവിൻ പോളിയുടെ നൈസ് ഒരു പെർഫോമൻസ്, സിമ്പിൾ പെർഫോമൻസ്. പക്ഷേ നിവിൻ പോളി ഇഷ്ടമുള്ളവർക്ക് വി വിൽ ഫീൽ ലൈക്ക് വി ഹാവ് ഗോട്ട് അവർ നിവിൻ പോളി ബാക്ക്, ലൈക്ക് വി ഫീൽ ലൈക്ക് ഹീസ് ബാക്ക് വിത്ത് ഹിസ് എലമെൻറ്റ്. അപ്പം പുള്ളിയുടെ ആ ഒരു നാച്ചുറാലിറ്റി ഈസ് വാട്ട് വർക്ക്സ് ഫോർ ഹിം. ആൻഡ് അത് ഈ പടത്തിൽ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ആൻഡ് മൈ കൺഗ്രാറ്റ്സ് ടു ഓൾ ദ കാസ്റ്റ് ആൻഡ് ഗ്രൂപ്പ്. എവറിബഡി ഹാവ് ഡൺ ദെയർ പാർട്ട്. അടിപൊളി ഒരു പടം ഗൈസ്. സോ മെറി ക്രിസ്മസ് വൺസ് അഗെയിൻ. ബൈ.